നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർ പൊട്ടിത്തെറിച്ച് 2 കുഞ്ഞുങ്ങൾ പാലക്കാട് പുൽപ്പള്ളിയിൽ മരിച്ച സംഭവത്തിൽ പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നതാകാം അപകട കാരണമെന്ന നിഗമനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്കുണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാകാമെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2002 മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എമലീന എന്നിവരുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പിന്നീടായിരിക്കും തീരുമാനിക്കുക. ഇവർക്കൊപ്പം പരിക്കേറ്റ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 40% പൊള്ളലേറ്റ മൂത്ത മകളും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൽസിയുടെ അമ്മ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകുന്ന സന്തോഷത്തിൽ കാറിൽ കയറിയതായിരുന്നു എൽസിയുടെ കുഞ്ഞുമക്കൾ. കാർ ഓടിക്കുന്ന അമ്മയ്ക്കൊപ്പം മുൻസീറ്റിൽ ചേച്ചിയിരുന്നപ്പോൾ മുത്തശ്ശിക്കൊപ്പം പുറകിലിരിക്കാനാണ് ആൽഫ്രഡും എമിൽ മേരിയും കാറിന്റെ പിൻസീറ്റിൽ കയറിയത്. എല്ലാവരും പുറത്തിറങ്ങി കാറിൽ കയറിയപ്പോൾ മുത്തശ്ശി ഡെയ്സി വീടിന്റെ വാതിൽ പൂട്ടുവാനായി നിന്നു. ഇതിനിടയിലാണ് കാറിൽ കയറിയ എൽസി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും അപകടമുണ്ടാകുന്നതും. 3 മാസം മുൻപുണ്ടായ അപകടത്തിൽ എൽസിയുടെ കൈയൊടിഞ്ഞിരുന്നു. അത് ഭേദമായി വന്നപ്പോഴാണ് അസുഖം മൂർച്ഛിച്ച് ഭർത്താവായ മാർട്ടിൻ കുടുംബത്തോട് വിട പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം എൽസിക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങുന്നതിന്റെ 2ാം നാളാണ് നാടിനെ ആകെ നടുക്കിയ ഈ ദുരന്തം എൽസിയുടെ കുടുംബത്തിലുണ്ടായത്. ശരീരം എരിഞ്ഞു നീറുമ്പോഴും തന്റെ മക്കളെ രക്ഷിക്കാനായിരുന്നു ആ അമ്മയുടെ ശ്രമം. എന്നാൽ ചികിത്സയും പ്രാർത്ഥനയും ഫലം കാണാതെ 2 കുഞ്ഞുങ്ങളെയും വിധി തട്ടിയെടുത്തു. കത്തിയെരിയുന്ന അഗ്നിയും മറികടന്ന് കാറിനുള്ളിലെ തന്റെ പിൻചോമറുകളെ എടുത്ത് സമീപത്തെ പുൽത്തകിടിയിലേക്ക് എടുത്തിടുന്നതിനിടെ എൽസിയുടെ ശരീരമാകെ തീ പടർന്നു കയറിയിരുന്നു. നാട്ടുകാരെത്തുമ്പോൾ ആദ്യം കാണുന്നത് ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ എൽസി കത്തുന്ന കാറിനടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതാണ്. എൽസിയുടെ ശരീരത്തിലെ തീ അണച്ച നാട്ടുകാർ പിന്നീടാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത്. മക്കളെ വിധി കവർന്നതെടുത്തതറിയാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എൽസി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ഉണ്ടായ അപകടത്തിൽ 60% പൊള്ളലേറ്റ യമിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:25-നും 75% പൊള്ളലേറ്റ ആൽഫ്രഡ് 3:15-നുമാണ് മരിച്ചത്. ഇവരുടെ അമ്മ എൽസി 35% പൊള്ളലേറ്റ മൂത്തമകൾ അലീനയും കൊച്ചി ആശുപത്രിയിലാണ്. അലീനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മുത്തശ്ശി ഡെയ്സി അപകടനില തരണം ചെയ്തുവെന്നാണ് വിവരം. എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ 1.5 മാസം മുൻപാണ് രോഗം മൂലം മരിച്ചത്. 2 മാസമായി കാർ ഉപയോഗിച്ചിരുന്നില്ല. സ്വകാര്യ ആശുപത്രി നഴ്സായ എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മക്കളുമായി പുറത്തുപോകുവാൻ കാർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് തീ പിടിച്ചത്. ആൽഫ്രഡ് പുൽപ്പള്ളി KVM UP സ്കൂളിൽ 1ാം ക്ലാസ്സിലും എമിൽ മരിയ അതേ സ്കൂളിലെ UKGയിലുമാണ് പഠിക്കുന്നത്. അട്ടപ്പാടി താവളം സ്വദേശികളായ ഇവർ 5 വർഷം മുൻപാണ് പുൽപ്പള്ളി പൂളകത്ത് സ്ഥിരതാമസമാക്കിയത്. എൽസിയുടെ നാടായ അട്ടപ്പാടിയിൽ താവളം പള്ളി സെമിത്തേരിയിൽ മക്കളുടെ സംസ്കാരം നടത്തുമെന്നാണ് വിവരം. കീ ഓണാക്കുമ്പോൾ ഇന്ധനം പമ്പ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനമുള്ള 2002 മോഡൽ കാറാണ് കത്തിയത്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് പെട്രോൾ വീണിട്ടുണ്ടാകാം. ഇതേസമയം സ്റ്റാർട്ടിംഗ് മോട്ടറിൽ സ്പാർക്ക് ഉണ്ടാവുകയും തീ പെട്രോൾ ടാങ്കിലേക്ക് പടരുകയും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നിഗമനം. ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയും പരിശോധിക്കുകയാണ്. തീ ആളിക്കത്തതിനിടെ ഡോർ ലോക്കായി 4 പേർ കുടുങ്ങിയതായാണ് വിവരം. പിന്നിലിരുന്ന ഇളയ കുട്ടികൾക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റതും. ആൽഫ്രഡിന് 75%വും എമിലിക്ക് 65%വും പൊള്ളലേറ്റിരുന്നു. നാട്ടുകാർ വെള്ളം പമ്പ് ചെയ്താണ് തീയണച്ചത്. പൊള്ളലേറ്റവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്നാണ് ഗുരുതര പൊള്ളലേറ്റ എൽസി, ആൽഫ്രഡ്, എമിലീന എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുവന്നത്. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ ഓട്ടത്തിനിടയിൽ നിർത്തിയിടുമ്പോഴോ തീ പിടിക്കുന്നതിനെ പറ്റി നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത്? നാം ഓടിക്കുന്ന വാഹനം സുരക്ഷിതമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇത്തരം വാർത്തകൾ അവശേഷിപ്പിക്കുന്നത്. വാഹനത്തിന് തീപിടിച്ചാൽ വാഹനത്തിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. തീ കെടുത്താൻ ശ്രമിച്ചാൽ ജീവഹാനി വരെ സംഭവിച്ചേക്കാം.
എളുപ്പത്തിൽ തീ പിടിക്കാവുന്ന രീതിയിലല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. എന്നിരുന്നാലും വാഹനത്തിലെ യാത്രക്കാരുടെയോ ഡ്രൈവറുടെയോ അശ്രദ്ധ, കൈപ്പിഴവ്, സാങ്കേതിക തകരാർ എന്നിവ തീപിടുത്തത്തിന് കാരണമായേക്കാം. ഇലക്ട്രിക്കൽ തകരാറാണ് മറ്റൊരു പ്രധാന കാരണം. വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കുവാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. അത് സംഭവിക്കുന്നതിന് മുൻപ് വാഹനം ചില രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞമരുന്നു. സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞമർന്നതിന്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പക്ഷെ പലപ്പോഴും സമയക്കുറവ് കൊണ്ട് എല്ലാവരും സ്വയം ചികിത്സ ആരംഭിക്കുന്നു. ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുകളുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. സീൽ പൊട്ടിയതോ കൃത്യമല്ലാത്തതോ ആയ വയറിങ്ങും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. എഞ്ചിൻ ഓയിൽ, ഇന്ധനം എന്നിവ പോലെ തീപിടിക്കുവാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം. ഫ്യൂവൽ ഇഞ്ചക്ടർ, ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ എന്നിവയിൽ ഉണ്ടാകുന്ന തകരാർ മൂലം ഇന്ധനം ലീക്കാകാം. ഇത്തരത്തിൽ ചോരുന്ന ഇന്ധനം ഇഗ്നീഷ്യൽ സോഴ്സുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കും. ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി, സ്റ്റാർട്ടർ തുടങ്ങിയ സ്റ്റീരിയോ പോലും ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമായേക്കാം. ചിലപ്പോൾ വാഹനത്തു നിന്ന് പ്ലാസ്റ്റിക്കോ റബ്ബറോ കത്തിയ മണം വരും. ഇത് അവഗണിക്കാതെ വാഹനം എഞ്ചിൻ ഓഫാക്കി നിർത്തിയിറങ്ങി ദൂരെ മാറി നിന്ന് സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക. അടിയന്തര സാഹചര്യങ്ങളിൽ പരിഭ്രമം തോന്നാമെങ്കിലും സമചിത്തതയുടെ സാഹചര്യങ്ങളിൽ നേരിടുകയാണ് വേണ്ടത്. വാഹനം മുഴുവനായും കത്തിയമർന്നാലും യാത്രക്കാരെ രക്ഷിക്കും. എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ വാഹനത്തിൽ കൊണ്ടുപോകരുത്. വാഹനങ്ങളിൽ ഇരുന്ന് പുകവലിക്കരുത്. കൃത്യമായ മെയിൻ്റനൻസ് വാഹനങ്ങൾക്ക് നൽകണം. മികച്ചൊരു മെക്കാനിക്കിന് മാത്രമേ വാഹനത്തിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയൂ. ചിലപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ മാറ്റേണ്ടതാകും. മറ്റു ചിലപ്പോൾ നാം നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും വലിയ അപകടത്തിലേക്ക് വഴിതെളിക്കുക. വാഹനത്തിൽ തീ പിടിക്കുന്നുവെന്ന് കണ്ടാൽ ആദ്യം വാഹനം ഓഫാക്കുക. വാഹനത്തിൽ നിന്ന് സുരക്ഷിതാകലം പാലിക്കണം. ഒരിക്കലും സ്വയം തീ അണയ്ക്കുവാൻ ശ്രമിക്കരുത്. കാരണം വാഹനത്തിന്റെ ഘടകങ്ങളിൽ തീ പിടിക്കുന്നതിന് മൂലം വിഷമയമായ വായു പ്രവഹിക്കാം. അത് നിങ്ങളുടെ ജീവന് തന്നെ അപകടം വരുത്താം. ബോണറ്റിനകത്താണ് തീ പിടിക്കുന്നതെങ്കിൽ ബോണറ്റ് ഉയർത്തുവാൻ ശ്രമിക്കരുത്. അത് തീ കൂടുതൽ പടരുവാൻ കാരണമാകും. ഓക്സിജനുമായി കൂടുതൽ സമ്പർക്കത്തിലെത്തുന്നതാണ് ഇതിന് കാരണം. എക്സ്ട്രാ ഫിറ്റിംഗായി വയർ ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ബാറ്ററിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നതും ലൂപ്പിംഗും ഷോർട്ട് സർക്യൂട്ടിലേക്ക് വഴിവെച്ചേക്കാം. പെട്രോൾ, പടക്കങ്ങൾ, സ്പ്രേ മുതലായവ കാറിനകത്ത് സൂക്ഷിക്കാതിരിക്കുക. എക്സ്റ്റിംഗ്വിഷർ കരുതുക. AC പ്രവർത്തിപ്പിച്ച് കാറിനകത്തെ താപനില നിയന്ത്രിക്കുക. ചൂട് കുറയുന്നില്ലെങ്കിൽ പരിശോധന നടത്തുക. റേഡിയേറ്ററുകളിൽ വെള്ളത്തിന് പകരമായോ വെള്ളത്തോടൊപ്പമോ കൂളന്റ് ഉപയോഗിക്കുക. ഓയിൽ അളവും പരിശോധിക്കുക. കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും സർവീസും നടത്തുക. AC പ്രവർത്തിപ്പിച്ചിട്ടും കാറിനകത്ത് ചൂട് കൂടുകയും കരിഞ്ഞ ഗന്ധം അനുഭവപ്പെടുകയും ചെയ്താൽ വാഹനം നിർത്തുക. ഓടുന്ന കാറിന് തീ പിടിച്ചാൽ എന്തു ചെയ്യണമെന്ന സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ആ അവസരത്തിൽ പേടിച്ചു ചെയ്യുന്ന അബദ്ധങ്ങൾക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിച്ചാൽ പേടിക്കാതെ തന്നെ വാഹനം നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തീ പിടിക്കുവാൻ സാധ്യതയുള്ള പെട്രോൾ പമ്പിന്റെയോ മറ്റും പരിസരത്ത് വാഹനം നിർത്താതിരിക്കുവാനും ശ്രദ്ധ വേണം. വാഹനം ഒതുക്കി നിർത്തിയ ശേഷം വേഗം തന്നെ ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇനി അധികം വൈകാതെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങുക. സുരക്ഷിതമായി പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് മറ്റു യാത്രക്കാരെ സഹായിക്കുകയും ചെയ്യാം. ഇഗ്നിഷൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡോറുകളും വിൻഡോകളും അൺലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.